നമസ്കാരം. SJ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആയില്യ കൃഷ്ണ. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ജൂലൈ 27 ശനിയാഴ്ച സ്കൂൾ സാഹിത്യ സമാജം ഉദ്ഘാടനം LSGD പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീമതി ഷർമിള മേരി ജോസഫ് IAS നിർവഹിച്ചു. ആർട്സ് ക്ലബ് പ്രവർത്തന ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീമതി ഇന്ദുലേഖ നിർവഹിച്ചു. ഓഗസ്റ്റ് 6-ന് സെന്റ് ജോൺസ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളും YMCAയും ചേർന്ന് സംഘടിപ്പിച്ച ഹിരോഷിമ നാഗസാക്കി ദിനാനുസ്മരണ ചടങ്ങും ചിത്ര പ്രദർശനവും കേരള സംസ്ഥാന തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 8-9 തീയതികളിലായി സ്കൂൾ കായികോത്സവം പേരൂർക്കട SAP ക്യാമ്പ് അസിസ്റ്റന്റ് കമാൻഡന്റ് ശ്രീ TK ഗണേശൻ ഉദ്ഘാടനം ചെയ്തു. സെന്റ് ജോൺസ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വർഷങ്ങളായി നടത്തിവരുന്ന ദേശഭക്തിഗാന മത്സരം ഫ്രീഡം മെലഡീസ് ഈ വർഷവും വിജയകരമായി സംഘടിപ്പിച്ചു. SJ ന്യൂസ് ചാനൽ ഉദ്ഘാടനം. വിശദാംശങ്ങളുമായി സെന്റ് ജോൺസ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും മരിയ ജ്യോതി ചേരുന്നു. നമസ്കാരമായില്ല. പുസ്തക വെളിച്ചത്തിനൊപ്പം ജീവിതം പാഠങ്ങളിലൂടെ വിദ്യാർത്ഥികളെ വഴിതെളിക്കുന്ന സെന്റ് ജോൺസ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നു. വിദ്യാർത്ഥികളെ പരീക്ഷയുടെ കടമ്പകൾ കടത്തുന്നതിനപ്പുറത്ത് മനുഷ്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹജ അവബോധത്തിൻ്റെയും പാഠങ്ങൾ കൂടി പഠിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസമെന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് സെന്റ് ജോൺസ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സ്വന്തം ന്യൂസ് ചാനലിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. പ്രിൻസിപ്പൽ അച്ഛൻ്റെ വാക്കുകളിലേക്ക്. നാലാഞ്ചിറ സെൻറ്റ് ജോൺസ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് ഏറെ അഭിമാനമുള്ള ഒരു നിമിഷത്തിലൂടെ കടന്നു പോവുകയാണ്. 1957 ആരംഭിച്ച സ്കൂളിൽ 2000 ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ചതിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുകയാണ് ഈ വർഷം. 25-ന് കർമ്മ പരിപാടികൾ പദ്ധതി ഇടുന്നതിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്കൂളിൽ ഒരു സ്വന്തമായി ന്യൂസ് ചാനൽ ആരംഭിക്കുന്നു. SJ ചാനൽ എന്ന പേരിൽ പ്രതിഭാധനരായ കുട്ടികളെ കണ്ടെത്തുക, അവരുടെ അഭിരുചികളെ കണ്ടെത്തി അവരെ വളർത്തുന്നതിന് സഹായിക്കുക, പ്രത്യേകിച്ച് ന്യൂസ് റീഡിങ്, ന്യൂസ് എഡിറ്റിങ്, റൈറ്റിങ് തുടങ്ങിയ മേഖലകളിൽ അതുവഴിയായി കുട്ടികളെ സ്വയം വളരുന്നതിന് ചിന്തിക്കുന്നതിനൊക്കെ പ്രാപ്തരാക്കുക, പുസ്തകത്തിന് അപ്പുറത്ത് ചിന്തിക്കുന്നതിന് അവരെ കഴിവുള്ളവരാക്കി മാറ്റുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശ്യം. ആ ഉദ്ദേശം സാധിക്കുന്നതിന് ഈ ചാനൽ വഴിയായി ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ അധ്യാപകരെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. പുതിയ കാലത്തിന് അനുയോജ്യമായി വിദ്യാർത്ഥികളുടെ ഉള്ളറിഞ്ഞ പഠന സാഹചര്യങ്ങൾ ഒരുക്കുന്ന പാഠപുസ്തകത്തിനപ്പുറം പുതിയ ലോകങ്ങൾ കാട്ടിത്തരുന്ന സെന്റ് ജോൺസ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുമ്പോൾ അതിന് നേതൃത്വം നൽകുന്ന വൈസ് പ്രിൻസിപ്പൽ ബിജോ സാർ, അങ്ങേക്ക് എന്താണ് ഈ അവസരത്തിൽ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്? വിജ്ഞാന വിസ്ഫോടനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് മാധ്യമരംഗം. നമ്മുടെ സ്കൂളുകളിലെ പാഠ്യേതര പദ്ധതികളിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളുടെ പ്രകടനങ്ങൾ സമൂഹ മധ്യത്തിലും അതുപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കളിലും മറ്റു വിദ്യാർത്ഥികളിലും എത്തേണ്ടതായിട്ടുണ്ട്. ഈ മേഖലകൾ നമ്മുടെ മാധ്യമത്തിലൂടെ മാത്രമേ എത്താൻ സാധ്യതയുള്ളൂ. 1957 ആരംഭിച്ച സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ SJ ന്യൂസ് ചാനൽ തുടങ്ങുന്നു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. വിദ്യാർത്ഥികളിലേക്ക് മാധ്യമ പ്രവർത്തനം എന്താണെന്നും എങ്ങനെയാണെന്നും അത് കുട്ടികളിൽ അഭ്യസിപ്പിക്കുവാനും SJ ന്യൂസിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങളും നേർന്നുകൊള്ളുന്നു. നിസ്വാർത്ഥമായി തുടങ്ങുന്ന ഏതൊരു സത്കർമ്മവും കാലത്തിൻ്റെ സൂക്ഷിപ്പുകളാണ്. SJ ന്യൂസ്
സെന്റ് ജോൺസ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചരിത്രത്തിൽ അനുകരണീയ സ്ഥാനം വഹിക്കട്ടെ. വിദ്യാർത്ഥികളെ കൂടുതൽ ആത്മവിശ്വാസവും പ്രത്യാശയുമുള്ളവരാക്കി തീർക്കുവാൻ ഈ പുതിയ സംരംഭത്തിന് പ്രാർത്ഥനയും ആശംസകളും നേർന്നുകൊണ്ട് കൂടുതൽ വാർത്തകളിലേക്ക്. 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം ആചരിച്ചു. പ്രിൻസിപ്പൽ ഫാദർ ജോസ് ചെരുവിൽ പതാക ഉയർത്തി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. NSS, NCC, SPC, ലിറ്റിൽ കൈറ്റ്സ്, സ്കൂൾ ബാൻഡ്, മനോരമ നല്ലപാഠം തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾ ദേശീയ പതാകയെ അഭിവാദ്യം ചെയ്തു. PTA പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ ജോജു ജോൺ, വൈസ് പ്രിൻസിപ്പൽ ശ്രീ ബിജോ ഗീവർഗീസ് എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഗായിക സംഘം ദേശഭക്തി ഗാനം ആലപിച്ചു. സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലി നാലാഞ്ചിറ കുരിശടി ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് കുട്ടികൾ വിവിധ കലാപരിപാടികളും ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു. 300ഓളം വിദ്യാർത്ഥികൾ റാലിയിൽ പങ്കെടുത്തു. റോൾ ഓഫ് യൂത്ത് ഇന്ത്യ എന്ന വിഷയത്തെ ആസ്പദമാക്കി ടാറ്റ കൺസൾട്ടൻസി സർവീസസ് വിദ്യാർത്ഥികൾക്കായി ഉപന്യാസ മത്സരം സംഘടിപ്പിച്ചു. ദീപിക ചിൽഡ്രൻസ് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. 400ഓളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കുകൊണ്ടു. KPSDA നടത്തിയ സബ് ജില്ലാ സ്വദേശി ക്വിസ് മത്സരത്തിൽ 11Dയിലെ അനാമൃത AN 1ാം സ്ഥാനം നേടി. 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ദേശഭക്തിഗാന മത്സരം ഫ്രീഡം മെലഡീസ് ഈ വർഷവും വിജയകരമായി സംഘടിപ്പിച്ചു. UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലാണ് മത്സരം സംഘടിപ്പിച്ചത്. UP വിഭാഗത്തിൽ സെന്റ് ഗ്യൂരിറ്റീസ് HS നാലാഞ്ചിറ, കാർമൽ സ്കൂൾ വഴുതക്കാട്, മേരി നിലയം സ്കൂൾ പോങ്ങമൂട് എന്നിവ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. മുൻ MLA ശ്രീ ശബരിനാഥൻ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. പ്രിൻസിപ്പൽ റവറൻഡ് ഫാദർ ജോസ് ചെരുവിലിന്റെ അധ്യക്ഷതയിൽ നടന്ന ആർട്സ് ക്ലബ് പ്രവർത്തന ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ മജീഷ്യൻ ശ്രീരാം അരുണിന്റെ മാജിക് ഷോയും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അവതരിപ്പിക്കപ്പെട്ടു. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 2024-25 അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്റ് നിലവിൽ വന്നു. ചെയർപേഴ്സണായി 12Bയിൽ നിന്നും മഹാദേവ് KV, വൈസ് ചെയർപേഴ്സണായി 10Bയിൽ നിന്നും ആശിഷ് സുജി എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. ഓഗസ്റ്റ് 19-ാം തീയതി നടന്ന തിരുവനന്തപുരം നോർത്ത് സബ് ജില്ലാ ബാസ്കറ്റ്ബോൾ മത്സരങ്ങളിൽ സീനിയർ ബോയ്സ്, ജൂനിയർ ഗേൾസ് എന്നീ വിഭാഗങ്ങളിൽ സെന്റ് ജോൺസ് 2ാം സ്ഥാനം നേടി. അഖിൽ, രാജീവ്, നിരഞ്ജൻ, വൈശാഖ്, രുദ്ര വിമോദ്, അശ്വതി SB, അശ്വിൻ സുരേഷ്, വർഷ RV എന്നിവർ ജില്ലാതല മത്സരങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഓഗസ്റ്റ് 21-ന് സ്കൂൾ സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സ് പ്രവൃത്തി പരിചയ മേളകളും 22, 23 തീയതികളിലായി സ്കൂൾ കലോത്സവവും നടന്നു. ഓഗസ്റ്റ് 24-ാം തീയതി ശനിയാഴ്ച സ്കൂൾ അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റായി പ്രൊഫസർ ഡോക്ടർ ജോജു ജോൺ, മദർ PTA പ്രസിഡന്റായി ശ്രീമതി ജാൻസി തോമസ് എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പരേഡിൽ സ്കൂളിലെ SPC കേഡറ്റുകളായ കുമാരി ദിവ്യ DR, കുമാരി പാർവതി JV എന്നിവർ പങ്കെടുത്തു. വിദ്യാലയ വാർത്തകൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചുകൊണ്ട് SJ ന്യൂസ് ജൈത്രയാത്ര തുടരുന്നു. നന്ദി, നമസ്കാരം.